നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ 3 പേര് റെഡിയായിരിക്കുകയാണ് നിയമസഭയുടെ പുതിയ അംഗങ്ങളായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ. BJPയുടെ 3 പേർ, ചാത്തന്നൂർ, പിന്നെ കഴക്കൂട്ടം, നേമം. 3 പേർ ആകും യഥാർത്ഥ പ്രതിപക്ഷമെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. LDF വ്യക്തമായിട്ട് പറയുന്നത് കാസർഗോഡും മഞ്ചേശ്വരത്തും കാട്ടിയ മതേതര ജാഗ്രത മറ്റ് മണ്ഡലങ്ങളിൽ, ഈ 3 മണ്ഡലങ്ങളിലെങ്കിലും കാട്ടിയിരുന്നെങ്കിൽ ഇവർ ജയിക്കില്ലായിരുന്നു. അതിൽ ഒരു വല്ലാത്തൊരു ജാഗ്രതയായി പോയുള്ളത്. കാരണം ജാഗ്രത കാണിച്ച് സ്വന്തം മഞ്ചേശ്വരത്ത് കെട്ടിവെച്ച പണം പോലും കിട്ടിയില്ല. അതെ, പെരുമഴയത്ത് സ്വന്തം വീട്ടിലെ ഉത്തരമെടുത്ത് അപ്പുറത്തെ കോഴിക്കൂട്ടിൽ കൊണ്ടുവച്ച അവസ്ഥ. ഈ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും രണ്ടുപേരും പാർലമെന്റ് പരിചയത്തിൽ പാർലമെന്ററി നടപടികളെ കുറിച്ച് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് നിയമസഭയിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതെ, അതായത് മന്ത്രിമാരാക്കിയാലും ഇവർ ശോഭിക്കുമെന്ന് കേന്ദ്രത്തിൽ തെളിയിച്ചതാണ്. രണ്ടുപേരും ടോപ്പ് മന്ത്രിമാരായിരുന്നു അല്ലേ? വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി, മറ്റൊരാൾ ഗൂഗിളിനെയും മറ്റേയും വരെ നിലം തൊടിക്കാതെ ഓടിച്ച് കേസിൽ കുടുക്കിക്കളഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കണമെന്ന അത് ഇന്ത്യ ഗവൺമെന്റ് പോളിസി അതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് നടപ്പാക്കി. നല്ലത് തന്നെ. അത് അതിനകത്ത് വേറെ വെള്ളം ചേർത്തില്ല, ഒന്നും ചെയ്തില്ല. ഈ പിന്നെയുള്ളത് നമ്മുടെ BB ഗോപകുമാർ. അദ്ദേഹം പുതുമുഖമാണെങ്കിലും വേർപ്പൊഴുക്കി പണിയെടുക്കുമെന്ന് BJPക്കാർക്ക് പോലും കാണിച്ചു കൊടുത്തതാണ്. എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹത്തിനാണെന്നാണ് തോന്നുന്നത്. അതോ രാജീവ് ചന്ദ്രശേഖരനാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഇരിക്കട്ടെ. അതെ, രാജീവിനാണ്. ഇദ്ദേഹത്തിന് 4000-ന് പുറത്ത് വോട്ട് കിട്ടി ഭൂരിപക്ഷം. അതെ, നമ്മൾ ഓർക്കേണ്ടത് മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രന് കാസർഗോഡും മഞ്ചേശ്വരത്തും സുരേന്ദ്രൻ അടക്കം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് സുരേന്ദ്രനാണ്. തൊട്ടു പിന്നാലെ കാസർഗോഡ് സ്ഥാനാർത്ഥിയുണ്ട്. എന്നിട്ടും അവർ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖകരം. കേരളം പിന്നീട് ഒരിക്കലും അത് പരിതപിക്കേണ്ടി വരും. ഇവർ ഈ പറയുന്ന മതേതര ജാഗ്രത ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ 3 പേര് ജയിച്ചു വന്നു, പക്ഷേ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഇല്ലാത്ത നിയമസഭ ആകില്ല എന്ന് എനിക്ക് ഒരു തോന്നലുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 പേരും ചാട്ടുളി പോലെ സംസാരിക്കുകയും ഈ രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്കൊരു രാഷ്ട്രീയ പ്രശ്നം, ഒരു ജനകീയ പ്രശ്നം ഉയർത്തിക്കാണിക്കുന്നതിൽ, അതിനുവേണ്ടി വാദിക്കുന്നതിൽ, അതിനുവേണ്ടി പോരാടുന്നതിലൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് പൊതുവേ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ NK പ്രേമേന്ദ്രൻ MP എടുത്താൽ നമുക്കറിയാം, അദ്ദേഹം പാർലമെന്റിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു ചർച്ചയിൽ അദ്ദേഹം മനസ്സിലാകും. എല്ലാവർക്കും അതെ ബഹളമല്ലെന്നേ. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കും. പിന്നെ ട്രഷറി ബെഞ്ചിലുള്ളവർ, അതായത് ഭരണപക്ഷത്തുള്ളവർ കാതുകൂർപ്പിച്ചിരിക്കും. പ്രതിപക്ഷത്ത് അദ്ദേഹത്തിന് ഒപ്പമുള്ളവർക്ക് പോലും ഒരു വിസ്മയമാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതിപ്പോൾ കേരള നിയമസഭയിലെടുത്താൽ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ്, പിന്നെ അതുപോലെ TM ജേക്കബ്, G. കാർത്തികേയൻ, G. സുധാകരൻ, ഇപ്പോൾ വീണ്ടും അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെ പലരും, പഴയകാല പല നല്ല ആൾക്കാരും, പഴയ ഭക്ഷ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ നായർ, അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ. ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു വന്ന് തിരിച്ച് പ്രശാന്ത് തുടങ്ങിയെടുത്തേക്ക് പോവുകയാണ്. ശരിക്കും പ്രഖ്യാപിത നയം LDFൻ്റെയും UDFൻ്റെയും രാജീവ് ചന്ദ്രശേഖർ, UDFൻ്റെ പാർഷ്യൽ നയം, രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് നിലം തുടരുത് എന്നായിരുന്നു. പക്ഷേ ഒരു ഹിഡൻ അജണ്ട, ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഈ പറഞ്ഞ 2 പേർ, മഞ്ചേശ്വരത്തും പാലക്കാടും K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും നിയമസഭയിലേക്ക് വരരുത്. അതിനുവേണ്ടിയുള്ള ടാർഗറ്റഡ് വർക്കല്ലേ നടന്നത്. അതെ, തീർച്ചയാണ്. കേരളത്തിൽ ഒരു കാര്യം BJP മനസ്സിലാക്കേണ്ടത്, BJPക്ക് സ്വാധീനമൊക്കെ ഉണ്ട്. പാലക്കാട് സ്വാധീനമുണ്ട്, കാസർഗോഡ് സ്വാധീനമുണ്ട്, കോഴിക്കോട് സ്വാധീനമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ BJPക്ക് ഒരാളെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടാൻ കഴിയുമോ? പ്രത്യേകിച്ചും മലബാർ ബെൽറ്റിൽ നിന്ന് ഒരാളെ അങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് വിടാൻ കഴിയുമോ എന്ന് BJP വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ നിന്ന്
ശരിക്കും നമ്മുടെ പാലക്കാടും മഞ്ചേശ്വരത്തും അവിടെ ഈ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ജയിച്ച് വരരുത്, നിയമസഭയിലേക്ക് വരരുത് എന്നൊരു വ്യക്തമായൊരു അജണ്ട, ഈ ഒരു മതേതര ഹിഡൻ അജണ്ട അവിടെ വർക്കൗട്ട് ചെയ്തില്ലായിരുന്നു. അത് മതേതരമല്ല, അത് തികച്ചും വർഗീയ അജണ്ടയാണ്. വളരെ കൃത്യമാണ്. അത് ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അങ്ങനെ ഒരു അജണ്ടയുണ്ട്. അല്ല, ഞാനത് പറയുമ്പോൾ ഈ മലബാറിൽ നിന്ന് BJPക്ക് ഒരു നേതാവ് ജയിച്ചു വരുന്ന കാര്യം പ്രയാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, മധ്യ കേരളത്തിലും അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. ഈ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കുന്ന സ്ഥലങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ, ഭാവിയിൽ അതൊക്കെ മാറി മറിഞ്ഞേക്കാം, നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഒരു നേതാവ് ജയിച്ചു വരുന്ന കാര്യം വലിയ പ്രയാസമാണ്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ. BJP തൃശ്ശൂരിൽ BJP വിജയിച്ചു അല്ലേ? അത് BJPയുടെ ശക്തമായ പ്രവർത്തനം, RSSൻ്റെ പിന്തുണ, മോദിയുടെ വരവ്, സുരേഷ് ഗോപി, ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് അവിടെ BJP വിജയിച്ചത്. അതേസമയം ഇങ്ങ് തെക്കോട്ടേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, ഈ 3 ജില്ലകളിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. അതിൽ തിരുവനന്തപുരത്ത് ജയത്തിനോട് അടുത്തെത്തി, ആറ്റിങ്ങലും ആലപ്പുഴയിലും വാസ്തവത്തിൽ വിറപ്പിച്ചു. 3-ാം സ്ഥാനത്തായി പോയെങ്കിലും ഈ 2-ാം സ്ഥാനത്തെത്തിയ ആളിനെയും 1-ാം സ്ഥാനത്തെത്തി വിജയിച്ച ആളിനെയും വിറപ്പിച്ചു BJP എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ KC വേണുഗോപാലും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, BJPക്ക് സാധ്യത എപ്പോഴും തെക്കൻ കേരളത്തിൽ നിന്നാണ്. BJP വളരെ കൃത്യമായിട്ട് തെക്കൻ കേരളത്തിൽ അവരുടെ സ്ട്രാറ്റജി തയ്യാറാക്കണം. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല BJPക്ക് വലിയ ശക്തിയുള്ള ഒരു ജില്ലയാണ്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ BJP ജയിച്ചു കയറാൻ സാധ്യതയുള്ള ജില്ലകൾ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ടയാണ്. നോക്കൂ, ആലപ്പുഴയിൽ കായംകുളം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJP വെറും 191 വോട്ടിനോ മറ്റോ 3-ാം സ്ഥാനത്തായിപ്പോയൊരു കായംകുളത്ത് 2-ാം സ്ഥാനത്ത് വന്നു. അവിടെ CPM 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പുറത്ത് കരുനാഗപ്പള്ളിയിലാണ് 3-ാം സ്ഥാനത്ത്, നാമമാത്രമായ വോട്ടിന് വെറും 191 വോട്ടുകൾക്ക് 3-ാം സ്ഥാനത്തായിപ്പോയി. അവിടെ 1-ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിക്കും ഏതാണ്ട് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടാമത് വന്ന ആളിൽ നിന്നും വെറും 7000-8000 വോട്ടിനകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല BJPയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പത്തനംതിട്ട, റാന്നി, കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിൽ, ആറന്മുളയിൽ ഒക്കെ BJPക്ക് വേണമെങ്കിൽ വിജയിച്ചു വരാം. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ നല്ല സാധ്യതയുണ്ട്. ഇപ്പോഴിതാ തിരുവല്ലയിൽ പോലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമല്ല അത്, 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അതുപോലെ കൊല്ലം ജില്ലയിലെ നിരവധി മണ്ഡലങ്ങൾ ഈ പറയുന്നത് പോലെ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി, ജയമുണ്ടായി എന്ന് പറയുന്ന ചാത്തന്നൂർ മുതൽ അങ്ങോട്ട് നമ്മൾ എടുത്തു തുടങ്ങുമ്പോൾ ഇരവിപുരം BJPക്ക് ജയിച്ച് കയറാവുന്ന ഒരു മണ്ഡലമാണ് അല്ലേ? ഇപ്പോൾ നോക്കൂ, RSPയുടെ സ്ഥാനാർത്ഥി പുതുമുഖമാണ്, വിഷ്ണു മോഹൻ, ഇവിടെ ജയിച്ചു. അപ്പോൾ വേണമെങ്കിൽ BJPക്ക് ജയിക്കാം. ചവറ BJPക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്, ഒരു മണ്ഡലമാണ്. കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ കൊട്ടാരക്കര, ഇതൊക്കെ BJPക്ക് വേണമെങ്കിൽ ജയിക്കാം, പ്രവർത്തിച്ചാൽ. അണികൾ ശക്തമാണ്. അവിടെയെല്ലാം RSSൻ്റെ ബേസ് വോട്ടുണ്ട്. പക്ഷേ BJPയുടെ സ്ട്രാറ്റജി മാറ്റണം. വളരെ കൃത്യമായിട്ട് തദ്ദേശീയനായ അല്ലെങ്കിൽ തദ്ദേശീയയായ, ഇപ്പോൾ കൊട്ടാരക്കരയിൽ രശ്മിയെ നിയോഗിച്ചു, കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ്. പക്ഷേ രശ്മി അവിടെ നിയോഗിച്ചു, നല്ലതാണ്. ഒരു കൊട്ടാരക്കരയുള്ള ഒരാൾ, അറിയപ്പെടുന്ന ഒരാൾ അവിടെ മത്സരിക്കുക എന്ന് പറയുന്നത്. ചാത്തന്നൂരിൽ BV ഗോപകുമാറിനുണ്ടായ ഒരു നേട്ടം അതാണ്. അദ്ദേഹം ചാത്തന്നൂർ സ്വദേശിയാണ്. മത്സരിച്ച 2 പേരും ചാത്തന്നൂർ മണ്ഡലത്തിന് പുറത്തുള്ളവരായിരുന്നു, സൂരജ് രവിയും രാജേന്ദ്രനും. അതുപോലെ തന്നെ BJPക്ക് ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിൽ. അതുപോലെ വർക്കല. തിരുവനന്തപുരത്ത് നിരവധി മണ്ഡലങ്ങൾ BJPക്ക് ജയിച്ചു കയറാം. നെടുമങ്ങാട് 39,000 വോട്ട് പിടിച്ചു BJP, ചെറിയ കാര്യമല്ലത്. എനിക്ക് തോന്നുന്നത് ഈ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം UDF അനുകൂല തരംഗമായി മാറിയിട്ടും അത് പിടിച്ചു നിന്നത് BJP തെക്കൻ ജില്ലകളിലാണ്. തെക്കൻ ജില്ലകളിൽ, ഈ വടക്കൻ ജില്ലകളിൽ ചില മണ്ഡലങ്ങളിൽ BJPക്ക് കാര്യമായിട്ട് വോട്ട് കൂടി, ഒക്കെ ശരിയാണ്. 20ഓളം മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്തി. BJP നില താഴോട്ട് പോയത് തൃശ്ശൂരാണ്.
തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് എഫക്റ്റ് ഉണ്ടായില്ല. അതിൻ്റെ കാരണങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ. നമുക്കത് തൃശ്ശൂർ മാത്രമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത് അത്രയ്ക്ക് പറയാനുണ്ട്, അത് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ നോട്ടത്തിൽ തെക്കൻ ജില്ലകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം BJP വേണ്ടത്ര അവധാനത കാണിച്ചില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേമത്ത് ആരെ നിർത്തിയാലും BJPക്ക് ജയിപ്പിക്കാം. അവിടെ പ്രമുഖനായ സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പം നേമംകാരനല്ല രാജീവ് ചന്ദ്രശേഖർ, എന്നിട്ട് അദ്ദേഹം അവിടെ വിജയിച്ചു. കാരണം നിയമം വളരെ കൃത്യമായിട്ട് BJPക്ക് ഇനി ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ഈ 5 വർഷം അവിടെ കൃത്യമായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ പരാതികളും പ്രയാസങ്ങളും കേൾക്കുക, കഴിയുന്നത്ര പരിഹാരം ഉണ്ടാക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് 2016 രാജഗോപാൽ ജയിച്ചു വന്നപ്പോൾ അത് നടന്നില്ല. രാജഗോപാലിന് അവിടുത്തെ ജനങ്ങളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും പ്രായവും ഒക്കെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് 2021 കുമ്മനം രാജശേഖരന് അവിടെ കാലിടറിയത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നിയമം BJPയെ കൈവിട്ടിട്ടൊന്നുമില്ല. 2019 കുമ്മനം രാജശേഖരൻ 1ാമത് വന്ന മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ നേമത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ കഴിഞ്ഞ 5 വർഷം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന MLAയെക്കുറിച്ച് അവർ കൃത്യമായിട്ട് വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ട് കുറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, കെ മുരളീധരനെ പോലൊരു മിടുക്കനായ സ്ഥാനാർത്ഥി അവിടെ വന്ന് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ അങ്ങോട്ടേക്ക് പോയി, മടങ്ങി. BJPക്ക് കിട്ടുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഒരു മിടുക്കനായ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീണു. ഇതൊക്കെയാണ് ആ പരാജയത്തിന് കാരണം. പക്ഷേ അങ്ങനെ അല്ലാതെ ഇപ്പോഴും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയത് കോൺഗ്രസ്. ശബരിനാഥ് മോശക്കാരനൊന്നും അല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. എന്നിട്ടും BJP അവിടെ വിജയിച്ച് കയറിയെങ്കിൽ ഇനി ചെയ്യേണ്ടത് വരുന്ന 5 കൊല്ലം അവിടെ കാര്യമായി ജനങ്ങളോടൊപ്പം നിൽക്കുക. അതിന് പകരം MLAക്ക് ജനങ്ങളെ കാണാൻ പറ്റാത്ത സാഹചര്യം, MLAയെ കാണണമെങ്കിൽ MLAയുടെ PA കാണണം, മുൻകൂട്ടി അപ്പോയിൻ്റ് എടുക്കണം. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളല്ല. ഇതൊക്കെ BJPയെ കാത്തിരിക്കുന്ന വെല്ലുവിളികളാണ്. അതുപോലെ ജയിക്കാവുന്ന മണ്ഡലമാണ് സെൻട്രൽ. ഞാൻ വരുന്നു, അതിലേക്ക് വരാം. കഴക്കൂട്ടത്തും സംഭവിച്ചത്, കഴക്കൂട്ടത്ത് V മുരളീധരൻ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ആറ്റിങ്ങിൽ മത്സരിക്കാൻ പോയെങ്കിലും കഴക്കൂട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. കഴക്കൂട്ടം കേന്ദ്രമാക്കി അദ്ദേഹം കൃത്യമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ശക്തമായൊരു പോരാട്ടത്തിനൊടുവിൽ. കാരണം കടകംപള്ളി മാത്രമല്ല, ശരത്ചന്ദ്രപ്രസാദും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതെ, 37,000 ചില്ലുവാന വോട്ടെന്ന് പറയുന്നത് ചെറുതല്ല. എന്നിട്ടും അതിനെല്ലാം അതിജീവിച്ച് V മുരളീധരൻ അവിടെ ജയിച്ചെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ മിടുക്കുകൂടി അതിനകത്ത് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ വട്ടിയൂർക്കാവ് ഒക്കെ വന്നാൽ, ഈ വട്ടിയൂർക്കാവിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലമാണ്. അതെ. എന്നിട്ടും അവിടെ എന്തുകൊണ്ട് 37,000 വോട്ടായി 38,000 വോട്ടായി പോയി എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉയരും. അതിൻ്റെ കാരണങ്ങൾ പാർട്ടി കണ്ടെത്തേണ്ടതാണ്. കണ്ടെത്തി പരിഹരിച്ചാൽ അവർക്ക് നല്ലത്. കാരണം അവിടേക്ക് ജയസാധ്യത ഏറെ കൂടുതലായിരുന്നു. അല്ല, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. വട്ടിയൂർക്കാവിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ നിർത്തിയിരുന്നെങ്കിൽ, അതായത് കെ സുരേന്ദ്രൻ അല്ലല്ല, കെ സുരേന്ദ്രൻ ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയും നേമത്ത് മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുകയും ശ്രീലേഖയെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വിടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ സ്വഭാവം മാറിയനെ. തീർച്ചയായിട്ടും ശ്രീലേഖയ്ക്ക് എനിക്ക് തോന്നുന്നു, വട്ടിയൂർക്കാവ് മോശം മണ്ഡലമൊന്നുമല്ല, വട്ടിയൂർക്കാവ് പോലെ തന്നെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ കരമന ജയൻ അവിടെ മുന്നേറി, അവിടെ ലീഡ് ചെയ്യായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ CP ജോണും സത്യത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ ഇടതുപക്ഷത്തിനൊരു നല്ല സ്ഥാനാർത്ഥി ഇല്ല. ആൻ്റണി രാജു പോയതോടുകൂടി അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി UDFൻ്റെ കാര്യം എടുത്താലും UDFും ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തവണ ഒരു തരംഗത്തിൽ CP ജോൺ, സാധാരണ CP ജോൺ മത്സരിച്ച എല്ലാ മത്സരങ്ങളിലും
തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റുപോയ ഒരാളാണ്. ഇത്തവണ അദ്ദേഹം എങ്ങനെയെങ്കിലും ജയിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ച് ഇവിടെ നിർത്തിയത്. പക്ഷേ ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല. കരമന ജയൻ ശക്തമായ വെല്ലുവിളി അവിടെ ഉയർത്തി. കരമന ജയൻ ഒരു പഴയ പ്രവർത്തകനാണ്, BJPയുടെ നേതാവാണ്, അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന് സുപരിചിതനാണ്. പക്ഷേ കരമന ജയനേക്കാൾ കുറേ കൂടി ഹൈ പ്രൊഫൈലുള്ള അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് കടന്നു വന്നയാളാണ്. ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. അവിടെ ശ്രീലേഖയെ പോലെ ഒരാളെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറിയേനെ. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലമാവുകയും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദുർബലമാവുകയും ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവിടെ BJP അതിശക്തമായൊരു ഫൈറ്റ് കൊടുക്കേണ്ടതായിരുന്നു. പൊതുവേ അവിടുത്തെ BJPയുടെ വർക്ക് മോശമായിരുന്നു എന്ന് ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളിൽ ഇത്രയും വോട്ട് കുറഞ്ഞു, BJPക്ക് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാതായി? അത് തീർച്ചയായിട്ടും BJP പരിശോധിക്കേണ്ട കാര്യമാണ്. പല കാരണങ്ങളും ഉണ്ട് അതിന്. ഈ ഒരാഴ്ചയായി അല്ല, പാർട്ടിക്കുള്ളിൽ അല്ല, അതിന് സമയമെടുക്കും. പാർട്ടിക്കുള്ളിൽ പരിണിതപ്രജ്ഞരായ നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലും ഒക്കെ ചെയ്യേണ്ടതാണ്. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ വന്നു. അവരെല്ലാം പുറത്തായിരുന്നു. നേമത്തും കഴക്കൂട്ടത്തും അവർ വലിയ ശ്രദ്ധ കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും സ്വാഭാവികമായിട്ടും ശ്രദ്ധ കുറഞ്ഞു. ഇവിടെയുള്ള പ്രവർത്തകർ പോലും നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ പോയി പ്രവർത്തിച്ചവരുണ്ട്, എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യം കണക്കാക്കണ്ട. കാരണം ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായൊരു തരംഗമായി മാറിയതാണ്. അത് അടുത്ത തവണ അങ്ങനെ ആകണമെന്നില്ല. ശക്തമായൊരു ത്രികോണ മത്സരം നടന്നാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് ജയിക്കാൻ കഴിയും. ആ തരംഗത്തിൽ ജയിച്ചവരല്ല ഈ 3 പേരെന്നതിൽ ആശ്വസിക്കുക. അതെ, ആ തരംഗത്തിനിടയിലും ആ തരംഗത്തെ അതിജീവിച്ചുകൊണ്ട് 3 പേർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ ഇനിയിപ്പോൾ BJP 3 പേര് ജയിച്ചു, 330 ആക്കണം. നമ്മുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നല്ലത് തന്നെ. അവർക്ക് അങ്ങനെയെല്ലാം സ്വപ്നം കാണാനും മോഹിക്കാനും ഉള്ള അവകാശമുണ്ട്. അതിനാർക്കും നികുതി കൊടുക്കണ്ട, പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കെട്ടണ്ട. പക്ഷേ BJP വളരെയധികം ആലോചിച്ച് ഈ വരാൻ പോകുന്ന BJPയുടെ ഭാവി ഈ ബംഗാളിലെ പോലെ അല്ലെങ്കിൽ ആസാമിലെ പോലെയൊക്കെ BJPയുടെ ഭാവി ഈ 3 പേരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ 3 പേരും അവരവരുടെ പെർഫോമൻസ് കൊണ്ട് BJPയെ വളർത്താൻ ശ്രമിക്കണം ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, കേന്ദ്രത്തിൽ അധികാരം കൈയാളുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇവിടെ ഈ ഇടത് വലത് മുന്നണികൾ എന്ന ആ ഒരു ധ്രുവീകരണത്തിന് അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രയത്നം അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും ചെയ്യണം. BJP അത് ചെയ്യാതെ സോഷ്യൽ മീഡിയയിലൂടെ തള്ളിക്കൊണ്ടിരുന്നാൽ BJPക്ക് നേട്ടമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. മാരാർജി ഭവന്റെ വലിപ്പത്തിനനുസരിച്ച് MLA ഉണ്ടായില്ല എന്നുള്ളൊരു വസ്തുത അത് തീർച്ചയല്ലേ. മാരാർജി ഇത്രയും വലിയ ഒരു ഉദ്ദേശിച്ചത് ഫിസിക്കൽ വലിപ്പം മാത്രമല്ല, സംവിധാനവും പണവും കേന്ദ്രത്തിന്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിട്ടും സത്യത്തിൽ 3 MLA-മാരെ മാത്രമേ ജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നാണക്കേടാണ്. BJP ഇതിലും വലുത് അർഹിക്കുന്നുണ്ട്. ഒരു 15 MLA-മാരെയെങ്കിലും ജയിപ്പിക്കാൻ. കാരണം 30-35 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നു എന്നുള്ളതാണ്. ഒട്ടും മോശമല്ല. നോക്കൂ, BJP 40,000-ന് പുറത്ത് വോട്ട് നേടിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങൽ 45,000 വോട്ട് നേടി. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും മോശമല്ല. BJPയുടെ പ്രകടനം നല്ല രീതിയിൽ മുന്നേറാൻ BJPക്ക് കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്തായി എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ 35,000-ഓളം വോട്ട് നേടിയ മണ്ഡലങ്ങളുണ്ട്. അതൊന്നും ചെറിയ കാര്യമല്ല. BJPയുടെ വോട്ട് ഇപ്പോൾ വോട്ട് ഷെയറിൽ ഒരു കുറവ് വന്നെങ്കിലും 3 സീറ്റ് കിട്ടി. പക്ഷെ BJP വിചാരിച്ചാൽ ഇതിനേക്കാൾ നന്നായിട്ട്, ഇതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിലും പ്ലാൻ ചെയ്യുന്നതിലും അത് ആസൂത്രണം നടത്തുന്നതിലും അതിനെ നടപ്പിൽ വരുത്തുന്നതിലും BJPക്ക് ഒരുപാട് പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് വരും ചർച്ചകളിൽ നമുക്കതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം. BJPയുടെ വിലയിരുത്തൽ കൂടെ വരട്ടെ. നമ്മളൊരു തുടക്കം ഇവിടെ നമ്മൾ കുറിച്ച് വെച്ചു എന്നേ ഉള്ളൂ.
ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എൽ ഡി എഫിനെ കുറിച്ച് സംസാരിച്ചു. എൽ ഡി എഫിന് എവിടെയാണ് പിഴച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. യു ഡി എഫിൻ്റെ വിജയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും നമ്മളൊരു ചർച്ച തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. ബി ജെ പിയുടെ കൂടെ വിശകലനം ഇപ്പോൾ 16-ാം തീയതി എന്തോ കോർ കമ്മിറ്റി കൂടുന്നുണ്ട്. വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ചകളിലേക്ക് കടക്കാം. നന്ദി.